പതിനായിരക്കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ വേണം ഇരു സൈന്യങ്ങളെയും നേരിടാൻ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രണ്ട് മികച്ച സൈന്യങ്ങൾ. വലതുവശത്ത് ബാലേട്ടൻ്റെ ആർമി, ഇടതുവശത്ത് കേണൽ ദേവയുടെ ആർമി. കേണൽ ദേവ ആദ്യം തന്നെ തോക്കുള്ള പട്ടാളക്കാരെ തിരഞ്ഞെടുത്തു. പാവം എൻ്റെ ബാലേട്ടൻ, കിട്ടിയതോ വടി പിടിച്ച പട്ടാളക്കാർ. മടിയല്ലടാ വടി. ഇങ്ങനൊക്കെ യുദ്ധത്തിന് വിടൂ. ഇടത്തെ കാലമല്ലേ മക്കളെ, ഇതല്ലേ ഇതിലപ്പുറം നടക്കും. പക്ഷെ എൻ്റെ ബാലേട്ടൻ തളർന്നില്ല. ക്യാമ്പിലെ തുണിയെല്ലാം വലിച്ചു കീറി കൂട്ടിക്കെട്ടി അറ്റത്ത് കല്ല് ചേർത്ത് പീരങ്കിയിൽ കയറ്റി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് പാകിസ്ഥാൻകാരെ ഉന്നം വെച്ച് ഒറ്റ വിടലല്ലേ. എന്നിട്ട് ജയ് മതി എന്ന് പറഞ്ഞാണ് ബാഹുബലി 4 പ്രാവശ്യം കണ്ടതാ ടീച്ചറെ, ഇനി കേൾക്കാൻ വയ്യ. മക്കളെ പോലെ പാകിസ്ഥാനി ചീഫ് KL കോയെ കൊന്ന എങ്ങനെയാന്ന് പറയാം. പുറയുന്ന് വെടിവെച്ചതല്ലേ അറിയാം. അമ്മ ഈ സിനിമ കഥ പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാതെ അവരെ കൊണ്ട് പോലെ സിനിമയ്ക്കോ? പിന്നെ എത്രയും പിള്ളേരെയും കൂടെ സിനിമയ്ക്ക് എത്ര രൂപ ചെലവാണെന്നറിയാവോ? തിയേറ്ററിലൊന്നും പോകണ്ട. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ കലാസാഹിത്യ വിഭാഗമായ ശ്രേയ ആർട്സ് ആൻഡ് തിയോളജിയുടെയും അടൂർ ബോധിഗ്രാമിൽ വെച്ച് കുട്ടികൾക്കായി ഒരു ചലച്ചിത്രോത്സവം ഒരുക്കുന്നുണ്ട്. ആണോ? അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പടമായിരിക്കുമല്ലോ. അതെ, നമുക്ക് ഒരുമിച്ചോ? ടിക്കറ്റ് ഫ്രീ ആണ്.